നമ്മുടെ മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയ തുടർച്ചയായി പറയുന്ന ഒരു കാര്യമുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ക്യാൻസറാണ്. ഇന്നലെയും വന്നിരുന്ന് പറയുന്നത് കേട്ടു. ഒരു ഉളുപ്പും ഇല്ലാതെ മമ്മൂട്ടിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ PR ടീമും അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖറും രംഗത്തെത്തിയിട്ടും ഷാജൻ സ്കറിയയ്ക്ക് ഒരു മനംമാറ്റവുമില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ന്യൂസുകൾ വിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ബിഗ് ബോസ് താരമായ അഖിൽ മാരാർ വളരെ ശ്രദ്ധേയമായ കുറിപ്പുമായി വന്നിരിക്കുകയാണ്. അഖിൽ മാരാർ പറയുന്നത് മറുനാടൻ മലയാളി വ്യാജ വാർത്ത ചമച്ചു എന്നാണ്. ഷാജൻ സ്കറിയയും മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ആൻറ്റോ ജോസഫും തമ്മിൽ ശത്രുതയുണ്ട്. ആൻറ്റോ ജോസഫിനോടുള്ള ശത്രുത മമ്മൂട്ടിയിലൂടെ തീർക്കുകയാണ് ഷാജൻ സ്കറിയ എന്ന ഗുരുതരമായ ആരോപണമാണ് അഖിൽ മാരാർ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അഖിൽ മാരാർ ഈ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ മമ്മൂട്ടിയുമായി ബന്ധപ്പെടുകയും അദ്ദേഹം അഖിൽ മാരാർക്ക് സുഖമായിരിക്കുന്നു എന്ന മെസ്സേജ് അയക്കുകയും ചെയ്തു. ഇതും അഖിൽ മാരാർ വെളിപ്പെടുത്തി. മമ്മൂട്ടിക്കുള്ളത് സാധാരണ വ്രതം നോക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരസുഖം മാത്രമാണെന്ന് അഖിൽ മാരാർ പറയുന്നു. നോമ്പ് നോക്കുമ്പോൾ കഠിനവ്രതം അനുഷ്ഠിക്കേണ്ടി വരും. നോമ്പിൻ്റെ കാര്യമൊക്കെ ചെയ്തുകൊണ്ട്, നോമ്പിൻ്റെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മമ്മൂട്ടി മഹേഷ് നാരായൺ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഛർദി, ദഹനേന്ദ്രിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ചെറിയ തരത്തിലുള്ള ശ്വാസമുട്ടലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്രമത്തിലാണ്. ഈ കാര്യമാണ് മറുനാടൻ ഷാജൻ വളച്ചൊടിച്ച് വലിയൊരു വാർത്തയായി പുറത്തുവിട്ടത്. മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന മറുനാടനിലൂടെ വന്ന വാർത്ത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോളിളക്കം സൃഷ്ടിച്ചു. വ്യൂസിനെ കൂട്ടാൻ വേണ്ടിയും ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ആൻറ്റോ ജോസഫിനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയും മമ്മൂട്ടിയെ കരുവാക്കുകയായിരുന്നു മറുനാടൻ ഷാജൻ എന്ന മഞ്ഞപ്പത്രക്കാരൻ എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. എന്തായാലും മറുനാടൻ ഷാജൻ്റെ വാർത്ത വലിയ വിവാദമായി മാറുകയും പല പത്രങ്ങളും അത് ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ പത്രങ്ങളൊക്കെ ഇപ്പോൾ അക്കാര്യം നിരസിക്കുന്നു. മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി ചെന്നൈയിലെ വസതിയിലുണ്ട് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. മഹേഷ് നാരായണൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. 100 കോടിയാണ് ഈ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ്. നയൻതാര അടക്കമുള്ള വലിയ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായി ഈ ചിത്രം മാറും. ആൻറ്റോ ജോസഫും മറുനാടൻ മലയാളിയും തമ്മിലുള്ള, മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയും തമ്മിലുള്ള കൊടും പക, അല്ലെങ്കിൽ ആൻറ്റോ ജോസഫിനോട് മറുനാടൻ ഷാജനുള്ള പക മമ്മൂട്ടിക്ക് അസുഖമാണെന്ന വാർത്ത പ്രചരിച്ചുകൊണ്ട് തീർക്കുകയായിരുന്നു മറുനാടൻ ഷാജൻ. മമ്മൂട്ടി ഇനി സിനിമയിൽ അഭിനയിക്കുക പ്രയാസമാണെന്നും മമ്മൂട്ടി ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്നും ഒക്കെ മറുനാടൻ്റെ ചുവട് പിടിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ എഴുതി. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. കാരണം അത്ര ആധികാരികമായിട്ടാണ് ഈ ഷാജൻ ഇരുന്ന് ഗീർവാണം അടിച്ചത്. ഇപ്പോൾ മഹേഷ് നാരായൺ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് മമ്മൂട്ടി വൈകാതെ തന്നെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയും ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും എന്നാണ്. എന്തായാലും സത്യമിപ്പോൾ അഖിൽ മാരാർ പുറത്തുവിട്ടിരിക്കുന്നു. ആൻറ്റോ ജോസഫിനോടുള്ള പക മമ്മൂട്ടിയിലൂടെ തീർത്തത് എന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. മമ്മൂട്ടിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ആകെ മൊത്തം ആരാധകർക്കിടയിൽ അതൊരു ആശങ്ക ഉണ്ടാക്കും. ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്ന വാർത്ത പ്രചരിക്കുമ്പോൾ ആരാധകർ ആകെ മൊത്തം ആശങ്കയിൽ ആകും. അങ്ങനെ ആൻറ്റോ ജോസഫ് ചിത്രത്തെ മമ്മൂട്ടി അസുഖത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തകർക്കാനാണ് ഷാജൻ സ്കറിയ ശ്രമിച്ചത്.
എന്തായാലും മമ്മൂട്ടിയോട് ഷാജൻ സ്കറിയയ്ക്ക് പണ്ടേ പകയുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, മമ്മൂട്ടിയുടെ ഇടതുപക്ഷ ആഭിമുഖ്യവും മമ്മൂട്ടി ഷാജൻ സ്കറിയെ പോലെയുള്ള മഞ്ഞപ്പത്രക്കാരെ മൈൻഡ് ചെയ്യാത്തതുമാണ്. മമ്മൂട്ടിയെ മുമ്പ് മട്ടാഞ്ചേരി മാഫിയയുടെ തലവൻ എന്നൊക്കെ ഇയാൾ വിളിച്ചിരുന്നു. പല പ്രാവശ്യം മമ്മൂട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇയാൾ പുറത്തുവിട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട വാർത്ത അയാൾക്ക് തന്നെ വിനയായി മാറുകയാണ്.